السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലൂടെ വ്യത്യസ്തമായ പല വിഷയങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അതിലേറ്റവും അവസാനം നമ്മൾ ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിരുന്നത്. അല്ല, ചില കാര്യങ്ങളൊക്കെ മര്യാദയായിട്ട് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നേരെ ഖുർആൻ പഠനത്തിലേക്ക് കടക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ കുറച്ച് എന്ത് ചെയ്യണം, ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ് കേട്ടോ. കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കത് പഠിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇന്ന് നിങ്ങൾക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു, എല്ലാവരും കണ്ടിരുന്നു. അത് ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടോ? ഓക്കെ, ഒരു 3 തവണയെങ്കിലും കാണണം എന്നാണ് പറഞ്ഞത്. എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, ഒരാൾ മാത്രമേ കാണാത്തുള്ളൂ, ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ മാഷാ അല്ലാഹ് എല്ലാവരും നല്ല ഉഷാറാണ് അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? അല്ല, നിങ്ങൾക്ക് എന്തായിരുന്നു മക്കളത് രാവിലെ പോസ്റ്റ് ചെയ്തിക്കണേ? ആകെ ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അതൊന്ന് എന്തായാലും കാണണം. അത് കാണലാണ് ഏറ്റവും പ്രധാനം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആകുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് മറ്റു ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതായത് നമ്മൾ ഇന്ന് പഠിച്ച സൂറത്ത് ഏതാണോ, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഒരു 14 മിനിറ്റുള്ള ഒരു വീഡിയോ അയച്ചു തന്നത്, ആ ഒരു വീഡിയോ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അതിൽ ഇന്നും നാളെയുമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. നേരെ ശ്രദ്ധിച്ചു, എല്ലാവരും വേഗം എഴുതിക്കൊള്ളും. സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടക്കം, അതിൻ്റെ ചില കാര്യങ്ങൾ, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും വേഗം റെഡി ആയിട്ടിരിക്കുക, പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി ഇരിക്കുക. വേഗം എഴുതണേ. സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൂറത്തുൽ ഫാത്തിഹ വിശദീകരണം. സൂറത്തുൽ ഫാത്തിഹ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അർത്ഥവും അതിൻ്റെ മറ്റു ഭാഗങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് അഊദുവും ബിസ്മിയും, ഇസ്തിആദ, ബസ്മല, 2 ഭാഗങ്ങളാണ്, 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ 2 കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ പറയുന്നത്? നമ്മൾ പൊതുവേ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം, അഊദു ചൊല്ലണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഇത് പറയണത്? അഊദും ബിസ്മിയൊക്കെ എന്തിനാണ് അല്ലെ? ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യണത്, പറയാൻ പോകുന്നത്. വേഗം എഴുതണേ. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് നമ്മൾ പറയണേ. എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓക്കെ, അപ്പോൾ മാഷാ അല്ലാഹ് വളരെ ഉഷാറായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എഴുതി തീർത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം? നമ്മളെല്ലാവരും നിരന്തരമായി ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അല്ലെ? അവിടെ ആദ്യം നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത അറിയണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ഏത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിലും അതിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടാവും. ഏത് നിസ്കാരം, സുബഹി ആവട്ടെ, ളുഹറാവട്ടെ, അസറാകട്ടെ, മഗ്രിബ് ആകട്ടെ, ഇശ ആകട്ടെ, എന്ത് നോക്കിയാലും, ഇനി സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും ശരി, പിന്നെ പെരുന്നാൾ നിസ്കാരമാണെങ്കിലും ശരി, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരമാണെങ്കിലും ശരി, ഗ്രഹണ നമസ്കാരമാണെങ്കിലും ശരി, ഇനി എന്ത് നിസ്കാരം, മയ്യത്ത് നിസ്കാരമാവട്ടെ, മറ്റു നിസ്കാരങ്ങളാവട്ടെ, സുന്നത്തിൻ്റെ പിന്നെ ഇപ്പൊ തറാവി ആവട്ടെ, എല്ലാ റക്കാത്തിലും എല്ലാത്തിലും എന്തുണ്ടാകും? ഫാത്തിഹ ഉണ്ടാകും. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തു സ്വലാത്ത് എന്ന ഒരു പേരുണ്ട്. സൂറത്തു സ്വലാ, നിസ്കാരം. ശരിക്ക് സ്വലാത്ത് എന്ന് പറഞ്ഞൊരു സൂറത്തില്ലല്ലോ. സ്വലാത്ത് എന്ന് പറഞ്ഞൊരു സൂറത്തില്ല. പക്ഷെ സൂറത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് ആ സൂറത്ത് എന്ന് വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ ഇത് അൽഹംദുലില്ലാ എന്ന് ഈ ഒരു സൂറത്തിന്റെ തുടക്കത്തിലുള്ളത് കൊണ്ട് തന്നെ സൂറത്തുൽ ഹംദ് എന്ന ഒരു പേര് ഇതിനുണ്ട്, സൂറത്തുൽ ഹംദ്. അതുപോലെ തന്നെ ഇതിൽ കുറെ പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ട് സൂറത്തു ദുആ എന്ന ഒരു പേരുണ്ട്. അതുപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ കേന്ദ്രം, ഖുർആനിന്റെ കേന്ദ്രം എന്നൊരു അർത്ഥം. ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ സൂറത്തുൽ ഫാത്തിഹനെ കുറിച്ച് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? സബ്ഉൽ മസാനീന, 7 ആവർത്തിത വചനങ്ങൾ. ഇതൊന്നും നിങ്ങൾ എഴുതണം എന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ, ഓർത്തു വെക്കാം. പിന്നെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. സൂറത്തു സ്വലാത്ത് എന്ന പേരുണ്ട്, സൂറത്തുൽ ഹംദ് എന്ന പേരുണ്ട്, സൂറത്തു ദുആ എന്ന പേരുണ്ട്, അതേപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ എന്ന പേരുണ്ട്, ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന പേരുണ്ട്, അതുപോലെ തന്നെ സബ്ഉൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ എന്ന പേരുണ്ട്. ഇങ്ങനെ കുറേ പേരുകൾ എന്തുണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട്. നമ്മളെ കുറേ പേരുകൾ എന്നതിനേക്കാൾ ഈ ഒരു സൂറത്തിന്റെ പ്രത്യേകത തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അതിന്റെ ഒരു പ്രത്യേകത മാത്രമേ നമ്മൾ പറഞ്ഞുതരാം. ഒറ്റ പ്രത്യേകത. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു, എല്ലാ നിസ്കാരത്തിലും എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ ചെല്ലണം. സൂറത്തുൽ ഫാത്തിഹ ചെല്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ട് നിസ്കാരം ശരിയാവില്ല. ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലാതെ നിസ്കരിച്ചിട്ട് നിസ്കാരം ശരിയാവില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഞാൻ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോയി, ഒരു നാട്ടിൽ. നിങ്ങളെ ഒരു നാട്ടിലാണ്, ഈ കൂട്ടത്തിൽ ആരുടെ ഒരാളുടെ നാട്ടിലായിരിക്കും, അതുകൊണ്ട് ഞാൻ നാട് പറയുന്നില്ല. അങ്ങനെ അവിടെ പോയി. പിന്നെ അന്നാകട്ടെ, പിന്നെ പൊതുവെ നിങ്ങൾക്ക് അറിയാം, പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ ഒരു ഈദ്ഗാഹിലാണ് നിസ്കരിക്കുക. അന്ന് പെരും മഴയാണ്, അന്ന് തലേ ദിവസം മുതലൊക്കെ പെരും മഴയാണ്. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് പള്ളിയിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കാരം എന്തായാലും ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പള്ളിയിലേക്ക് മാറ്റി. അവിടെ പിന്നെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ വരികയും ചെയ്തിട്ട്, പള്ളി ആകട്ടെ ചെറിയൊരു പള്ളിയാണ്. ചെറിയ പള്ളി പറഞ്ഞാൽ അത്യാവശ്യം വലിയ പള്ളി തന്നെയാണ്, പക്ഷെ കുറേ ആളുകൾ വന്നു. അപ്പൊ ഈ പള്ളിയിൽ നിൽക്കാൻ സ്ഥലമില്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എന്നാ പിന്നെ 2 ഭാഗമായിട്ട് നിസ്കരിക്കുക. ഞാൻ ഒരു തവണ ഇമാമ നിൽക്കുക, പിന്നെ വേറൊരാൾ ഇമാമ നിൽക്കുക. അങ്ങനെ ഒന്നാമത്തെ തവണ പിന്നെ ഞാൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാമൊക്കെ വീട്ടി. പിന്നെ കുറേ ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ പുറത്തിറങ്ങി. പിന്നെ എന്ത് ചെയ്തു? അടുത്ത ടീം നിസ്കരിക്കാൻ വേണ്ടി കയറി. അതിൽ ഇമാമ് നിന്ന ആള് ഖുർആൻ ഓതിയ സമയത്ത് ഒന്നാമത്തെ റക്കാത്തിൽ ഉഷാറായിട്ട് പോയി, ഫാത്തിയും അതേപോലെ തന്നെ സൂറത്തൊക്കെ ചൊല്ലി ഉഷാറായിട്ട് പോയി. പക്ഷെ രണ്ടാമത്തെ റക്കാത്തിന് വേണ്ടി എണീറ്റപ്പോ മൂപ്പര് ഫാത്തിഹ ചൊല്ലാൻ മറന്നു. നേരെ സൂറത്ത് ചൊല്ലിയിട്ട് പിന്നെ അവസാനിപ്പിച്ചു. നിസ്കാരം ശരിയാകുമോ? നിസ്കാരം ശരിയാകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിസ്കാരം ശരിയാകുമോ അങ്ങനെ? സൂറത്തുൽ ഫാത്തിഹ ചൊല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? ഇല്ല അല്ലേ? ഇല്ല ഇല്ല. സൂറത്തുൽ ഫാത്തിഹ ഒരാൾ ചൊല്ലാതെ നിസ്കരിച്ചിട്ടൊരു കാര്യമല്ല. ഏത് റക്കാത്താണെങ്കിലും ശരി, സൂറത്തുൽ ഫാത്തിഹ വേണം. ഏത് റക്കാത്തിലും അല്ലേ? അത് ഒന്നാമത്തെ റക്കാത്തല്ലേ, രണ്ടാമത്തതല്ലേ, മൂന്നാമത്തല്ലേ, ഒന്നുമില്ല. ഇപ്പൊ 4 റക്കാത്തുള്ളതാണെങ്കിൽ ആദ്യത്തെ 2 ഫാത്തിഹയും സൂറത്തും വേണം. എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും എന്ത് വേണ്ട? സൂറത്ത് വേണ്ട, പക്ഷെ ഫാത്തിഹ വേണം. ഫാത്തിഹ അല്ലാത്ത ഒരു നിസ്കാരമല്ല. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ മെയിനാണ്. ഓക്കെ. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത മാത്രമേ നമ്മൾ പറയാം. നേരെ ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളി. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ജിബ്രീലും നബിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്
പെട്ടെന്ന് ഒരു ഒരു ആകാശത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു എന്നാണ്. ആകാശത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മേപ്പോട്ട് നോക്കി, ജിബ്രീലും നോക്കി. അപ്പൊ എന്തിന്റെ ശബ്ദമാണെന്ന് വെച്ചാൽ ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടാകൂലേ, ഒരു വാതിൽ തുറക്കുന്ന പോലത്തെ ഒരു ശബ്ദം. അപ്പൊ ഒരു വാതിൽ തുറക്കണ പോലെയാണ് ശബ്ദം കേട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മലക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി വരുന്നു. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്ന് വരെ ആ ഒരു വാതിൽ തുറന്നിട്ടില്ല. ആ വാതിൽ ഇതുവരെ തുറന്നിട്ടില്ല. ഇന്നാണ് ആ ഒരു ആകാശത്തിന്റെ ആ ഒരു കവാടം, ആ ഒരു ഡോറ് തുറക്കണത്. ഈ മലക്ക് ഇതുവരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ല, ഇന്നാണ് വന്നിട്ടുള്ളത്. എന്തോ ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയാൻ വേണ്ടി ആ മലക്ക് വന്നിക്കണം. എന്നിട്ട് ആ മലക്ക് പറയാണ്, പ്രവാചകരെ, നിങ്ങൾ സന്തോഷിക്കുക. അബ്ശിർ ബിനൂറൈൻ, 2 പ്രകാശം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 2 പ്രകാശം, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി. എന്നിട്ട് പറയാണ്, 1 സൂറത്തുൽ ഫാത്തിഹയാണ്, 2 ഖവാതീമു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം അതേതാ? സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം ഏതാ? എന്താ അതിന്റെ പേര്? എന്തോ ഒരു പേരുണ്ടല്ലോ, നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ പേര് ആമന റസൂൽ. ഓക്കെ, സുഹറ, മാഷാ അല്ലാഹ്. ആമന റസൂൽ. ഓക്കെ, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും അപ്പടെ ഇറങ്ങിയത്. ഇത് രണ്ടും നബിക്ക് ഒരു സമ്മാനം പോലെ 2 പ്രകാശമായിട്ട് കൊടുത്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു വലിയ സമ്മാനങ്ങളിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. മനസ്സിലാവുണ്ടോ? ഏതായിരുന്നാലും സൂറത്തുൽ ഫാത്തിഹ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതിൽ ആദ്യം നമ്മൾ വേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിന്റെ അർത്ഥം എല്ലാവരും എഴുതിയിട്ടുണ്ടാകും അല്ലെ? ഞാൻ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിലാണ് പോകാം. എഴുതാത്തവർ പിന്നെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് നേരത്തെ തരും. അപ്പൊ നേരത്തെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ കുറേ സമയം പോകും. അഊദു ബില്ലാ, അഊദു ഞാൻ അഭയം തേടുന്നു, ഞാൻ ശരണം തേടുന്നു, ബില്ലാ അള്ളാഹുവിനെ കൊണ്ട്, മിനശ്ശൈത്വാനി പിശാചിനെ തൊട്ട്, അർറജീം ശപിക്കപ്പെട്ടവനായ. അപ്പോ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അഊദു ചൊല്ലണത് പറഞ്ഞു. അഥവാ നമ്മുടെ ഖുർആൻ പാരായണത്തെ ഇല്ലാതാക്കാനും, നമ്മുടെ ശ്രദ്ധ ഇല്ലാതാക്കാനും, നമ്മുടെ പഠനം മുടക്കാനും, നമ്മൾ പഠിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും എന്നതുകൊണ്ട് നമ്മുടെ സ്വർഗം മുടക്കാനും ഒക്കെ പിശാജും അവന്റെ കൂട്ടാളികളും. ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ പിശാജിന, ഷത്തുന എന്ന് പറഞ്ഞാൽ മോട്ട് കാണിക്കുക, എതിര് കാണിക്കാനാ. അതായത് ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോണ ടീമുണ്ടല്ലോ, അതിനാണ് ഷെയ്ത്താൻ എന്ന് പറയാം. ഇവിടെ വാ മോനെ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടാ പോണേ അറിയില്ലേ, അതിനാ ഷെയ്ത്താൻ പറയാം. പറഞ്ഞതിന് നേരെ വിപരീതം. അള്ള ചില കാര്യങ്ങൾ പറഞ്ഞു, അതിന് നേരെ വിപരീതം ചെയ്തു. അതാണ് ഷെയ്ത്താൻ. ഷെയ്ത്താന്റെ സ്വഭാവം അതാണ്. ഏതായിരുന്നാലും ആ ഒരു ഷെയ്ത്താനിൽ നിന്ന് അവൻ ശപിക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ, റജീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ കല്ലെറിയപ്പെട്ടവൻ, ആട്ടിയോടിക്കപ്പെട്ടവൻ, എല്ലാവിധ റഹ്മത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. നമ്മളെല്ലാവരും എപ്പോഴും ഈ അഊദു ചൊല്ലേണ്ട സന്ദർഭങ്ങളുണ്ട്. നേരെ ശ്രദ്ധിച്ചോ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു, അല്ലെങ്കിൽ അഭയം തേടുന്നു. അഊദു ചൊല്ലേണ്ട കുറേ സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെയാണ് അഊദു ചൊല്ലേണ്ട സന്ദർഭം? എന്തിനാ നമ്മൾ അഊദു ചൊല്ലണമെന്ന് മനസ്സിലായല്ലോ അല്ലെ? അഊദു ചൊല്ലണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാച് നമ്മളെ വസ്വാസിലാക്കാൻ നോക്കും, നമ്മളെ പ്രയാസപ്പെടുത്താൻ നോക്കും, നമ്മളെ പിന്നെ ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടി നോക്കും. അപ്പോഴൊക്കെ എന്ത് ചെയ്യുക? അവന്റെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ഓക്കെ,
ഏതൊക്കെയാണ് അഊദ് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ എന്നുള്ളതൊന്ന് പറയും. ഓരോരുത്തരും പറഞ്ഞോളൂ. ദുസ്വപ്നം കണ്ടാൽ, ഇവിടെ പിന്നെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട്, കോട്ടുവായിടുമ്പോൾ അല്ലെ, പിന്നെ യാസീൻ കോട്ടുവായിടുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂനിയ ഓക്കെ. ഇവിടെ നമ്മൾ കോട്ടുവായിടുമ്പോൾ അഊദ് ചൊല്ലണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. കോട്ടുവ എന്നുള്ളത് അത് പിശാചിൽ നിന്നാണ്. പിന്നെ എന്താണ് ഹദീസിൽ കാണാൻ പറ്റും. തസാഉബ് എന്നുള്ളത് പിന്നെ ഈ കോട്ടുവ എന്നുള്ളത് പിശാചിൽ നിന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് കോട്ടുവായി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പിടിച്ചു വെക്കുക അല്ലെ, ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ വരുമ്പത്തന്നെ എന്ത് ചെയ്യുക, അങ്ങനെ പിടിക്കാം. അതിനാണ് എന്ത് പറയാ, അത്രേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ ഹദീസിൽ എവിടെയും വന്നിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമ്മൾ പണ്ട് മുതലേ പല ആളുകളും ചെയ്യുന്നു എന്നതല്ലാതെ ഖുർആനിലോ ഹദീസിലോ എന്ത് ചെയ്തിട്ടില്ല, അത് വന്നിട്ടില്ല. ഓക്കെ. പിന്നെ ഏതൊക്കെയുള്ളത്, വേറെ ഓരോരുത്തരും എഴുതിയത് ദുസ്വപ്നം കണ്ടാൽ. ഓക്കെ, ശരിയാണ്. നമ്മൾ മോശമായൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഇടതു ഭാഗത്തേക്ക് നമ്മൾ തുപ്പണം. നമ്മൾ നേരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇടതു ഭാഗത്തേക്ക് തുപ്പ എന്ന് പറയുമ്പോൾ നമ്മളപ്പുറത്തുണ്ട് നമ്മളെ അനിയൻ കിടക്കണം, അല്ലേ, കിട്ടിയ ചാൻസ് തുപ്പന്നെ അവന്റെ മുഖത്തേക്ക്. അത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല ചോ, അത് ചെയ്യരുതേ. അതല്ലാതെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തുപ്പേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ചിലപ്പോൾ ഞാനാക്കി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. മനസ്സിലാവുണ്ടോ? പിന്നെ ദുസ്വപ്നം കണ്ടാൽ കൂട്ടുവായിടുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അതുണ്ട്, ദേഷ്യം വരുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കോപം വരുമ്പോൾ കൂട്ടുവായിടുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഇല്ല കേട്ടോ, അങ്ങനെയല്ല. യാറ ഹാജറ അറബിക് എന്താ എനിക്ക് മനസ്സിലായില്ല, എന്താണ് മോൾ എഴുതിയിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ചീത്ത സ്വഭാവങ്ങൾ വരുമ്പോൾ, ചീത്ത സ്വഭാവങ്ങൾ വരുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നുകയാണെങ്കിൽ അല്ലേ, ബാഡ് ചിന്തകൾ വരുമ്പോൾ. ഓക്കെ. പിന്നെ ചീത്ത സ്വഭാവങ്ങൾ വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, ബാഡ് ചിന്തകൾ, മടി വന്നാൽ 3 പ്രാവശ്യം ഇത് എഴുതണോ? ഇത് എഴുതണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാന്ന് മാത്രം. വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണേ? അത് ബിസ്മില്ലാ പറയാ. വെള്ളം കുടിക്കുമ്പോൾ വേണ്ട, കൂട്ടുവായിടുമ്പോൾ വേണ്ട. കണ്ണീറിന്റെ വിഷയത്തിലുണ്ട്, അത് അഊദു അല്ല, അഊദു ബി കലിമാത്തില്ലാഹി തആമ്മ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ്. ഓക്കെ. കോഴി കൂവുമ്പോഴല്ല, കോഴി കൂവുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പറയണ്ടേ കേട്ടോ. നായ ഓരിയിടുമ്പോൾ എന്നാണ്. ഓക്കെ. അപ്പൊ കുറെ ആളുകൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, മാഷാ അല്ലാഹ്, നല്ല ഉഷാറാണ്. അപ്പൊ നമുക്ക് എന്താ ബാക്കിയും കൂടി പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും. കുറേ ഒന്നും പറയുന്നില്ല, നമ്മൾ പ്രധാനപ്പെട്ടൊരു പിന്നെ 2-3 കാര്യങ്ങൾ പറയാം. അതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്താൻ നമ്മുടെ ശത്രുവാണെന്ന് നേരെ ശ്രദ്ധിച്ചോളിട്ടോ. ഇവിടെ ഇന്ന ശൈത്താന, തീർച്ചയായും ശൈത്താൻ ലക്കും നിങ്ങൾക്കുള്ള അദുവൻ, ശത്രുവാകുന്നു. അദുവാണ്. നമ്മളെ ശത്രുവിനെ നമ്മൾ കൂട്ടിപ്പിടിക്കാൻ പറ്റുമോ? നമ്മളെ ശത്രുവേ, അതായത് നമ്മളെ നരകത്തേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പം നോക്കുന്നത്. അദുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു എന്നതിൻ്റെ അർത്ഥം. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യോ, പാവല്ലേ, അത് കുഴപ്പമില്ല, ഞാൻ വിട്ടുവീഴ്ച ചെയ്തു, ഓന് പോട്ടെ, ഇന്നെ തല്ലിയതല്ലേ, എനിക്ക് കുഴപ്പമില്ല അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ നൽകുന്ന ചില പരിഗണനകളാണ് അല്ലെ. എന്നാൽ ശൈത്താനോട് നമുക്കതില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ നമ്മളെ ഉപദ്രവിക്കല്ല, നമ്മളെ നരകത്തിലേക്കാണ് കൊണ്ടുപോണത്. കാലാകാലം നരകത്തിലേക്ക് എത്താനുള്ള പണിയാണ് ഓൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളൊന്ന് ഉപദ്രവിച്ചു, നമുക്ക് ചെറിയൊരു വേദന വന്നു, നമുക്ക് ബുദ്ധിമുട്ട് വന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ അവരോടൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. ചെയ്യാൻ നമ്മൾ റെഡിയാണ്, കുഴപ്പമില്ല. കാരണം എന്താ, അത് ഒരറിവില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ല, കുഴപ്പമില്ല, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാം അല്ലെ എന്ന് നമ്മൾ പറയും. പക്ഷേ ശൈത്താന്റെ കാര്യത്തിൽ പറ്റൂല. എന്തുകൊണ്ടാ? അവൻ നമ്മളെ ഏത് വിധേനയും നമ്മളെ ഇല്ലാതാക്കാനാ നോക്കുക. ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുക എന്നുള്ളതല്ല, നമ്മളെ നരകത്തിൽ കൊണ്ട് എത്തിക്കണം.
അതിനു വേണ്ടി അവൻ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുമോ അതൊക്കെ അവൻ ചെയ്യും. ഏത് കൂടിയാ വരിക എന്നുള്ളത് അറിയൂല. അല്ലെ? ഒരു പണ്ഡിതനായ ഒരാളെടുത്ത് പോകുന്ന പോലെയല്ല പാമരനായ ഒരാളെടുത്ത് പോകുക. പൈസക്കാരൻ്റെ അടുത്ത് പോണ പോലെയല്ല ദരിദ്രന്റെ അടുത്ത് പോകുക. ഒരു സ്ത്രീയുടെ അടുത്ത് പോണ പോലെയല്ല പുരുഷന്റെ അടുത്ത് പോകുക. കുട്ടിന്റെ അടുത്ത് പോണ പോലെ വലിയ ആൾക്കാരുടെ അടുത്ത് പോകുക. എല്ലാവരുടെ അടുത്തും ചെല്ലും. എന്നിട്ട് ഇങ്ങനെ നല്ല ആളായിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ ചങ്കാട്ടോ, നമ്മൾ സെറ്റല്ലേ, ഞങ്ങൾ ചങ്ക് ബ്രോസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളങ്ങനെ കൂട്ടിപ്പിടിച്ച് അവസാനം എന്ത് ചെയ്യും, നമ്മളെ നരകത്തിൽ കൊണ്ട് കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഇന്നലെ ഒരു കുട്ടീനോട് സംസാരിക്കാൻ വേണ്ടി വന്നു, കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓന്റെ കുറേ കൂട്ടുകാരന്മാരെന്ത് ചെയ്യും, സിഗരറ്റൊക്കെ വലിക്കുന്നതാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ പറ്റ ചെറിയ കുട്ടിയല്ല, കുറച്ച് വലിയാണ്, ഒരു 10-17 വയസ്സുണ്ട്. ഓരോ കൂട്ടുകാരന്മാരൊക്കെ സിഗരറ്റ് വലിക്കും. അതേപോലെ തന്നെ ഓരത്ത് കുറേ തോന്നിവാസങ്ങളുണ്ട്. പക്ഷേ ഓനാണെങ്കിൽ ഇതിലൊന്നും പോകാറില്ല. പക്ഷേ ഈ കൂട്ടുകാരന്മാരെന്ത് ചെയ്യണം, ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചു. നേരെ ശ്രദ്ധിച്ചോളട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ. നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണത്. നമ്മളെ കൂട്ടുകാരങ്ങോട്ട് നിർബന്ധിച്ചു, നമ്മളെ ചങ്കുകൾ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓരിപ്പം എന്താ പിന്നെ പറ്റി വിചാരിക്കുക, അല്ലെ? ഇങ്ങനെ കുറേ ചിന്തിക്കണം. നമ്മളെ കൂട്ടുകാരന്മാരുടെ കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കൂട്ടുകാരന്മാരുടെ കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, ചായയും വേണ്ട, വെള്ളവും വേണ്ട. ഉമ്മന്നെ പറയും, ഓന്റെ അതാ കൂട്ടുകാരൻ വന്നിക്കണ്, ഇനിയിപ്പോ എനിക്ക് ഒന്നും വേണ്ടി വരില്ല, അല്ലെ? അങ്ങനത്തെ കുറേ കൂട്ടുകാരന്മാരുണ്ട്. നമുക്ക് കൂട്ടുകാരന്മാർ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, കൂട്ടുകാർ വേണം. പക്ഷെ ആ കൂട്ടുകാരായിരിക്കണം, ആ കൂട്ടുകാരായിരിക്കണം. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിൾ ആയിട്ട്, നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര പോവുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ബസ്സിൽ യാത്ര പോവുകയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സീറ്റിലിരുന്നു. നിങ്ങളുടെ തൊട്ടിപ്പുറത്തെ ഒരു സീറ്റിൽ ഒരാൾ വന്നിരുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ വന്നിരുന്നപ്പോ തന്നെ നമുക്ക് നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. നല്ല സ്മെല്ല് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നല്ല അത്തറിന്റെ സ്മെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ട്, അല്ലേ? അയാളുടെ പിന്നെ വസ്ത്രമൊക്കെ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ മൂപ്പരുടെ സംസാരം ഉഷാറാണ്. അപ്പൊ അയാൾ അടുത്ത് വന്നിരുന്നു. നമ്മളിങ്ങനെ ചാരിയിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എത്തിയാലും കാണാം നമ്മുടെ വസ്ത്രത്തിനും ആ സ്മെല്ലുണ്ടാവും. അപ്പൊ ചിലപ്പോ ഉമ്മയൊക്കെ ചോദിക്കും, ഇത് എവിടുന്ന് അപ്പൊ ഇങ്ങനെ നല്ലൊരു മണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അതിന്റെ അടുത്ത ഒരാൾ ഇരുന്നിരുന്നു, അയാൾ നല്ലൊരു അത്തറ പരട്ടിയിട്ടുണ്ടായിരുന്നത്, അല്ലെ? നല്ല സ്പ്രേയാ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അയിമ അങ്ങനെ തട്ടിയിട്ടാക്കാരം, ചിലപ്പോൾ എൻ്റെ കയ്യും ഇങ്ങനെ തട്ടിയിട്ടാക്കാരം നല്ല സ്മെല്ല് ഉണ്ടല്ലേ എന്ന് പറയും, അല്ലെ? നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ നല്ല സ്മെല്ല് ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ നമുക്ക് തന്നെ തരും. ചില ആൾക്കാരൊക്കെ നിങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണും, ഒരിങ്ങനെ അത്ര പറ്റണ സമയത്ത് ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ കൈ കാണിക്കുക എന്ന് പറയുന്നത് കയ്യിൽ നമ്മളെ കയ്യിലും ആക്കി തരുമൊക്കെ ചെയ്യും, അല്ലെ? അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു തരും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വസ്ത്രത്തിലാക്കി തരും. അതല്ലെങ്കിൽ നമ്മൾ ഒരടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ല് ഉണ്ടാവും. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരെന്താ വെച്ചാൽ നല്ല മദ്യപിച്ചിട്ട് ആകെ മണം വന്നിട്ട് ഇങ്ങോട്ട് അടുത്തിരിക്കും. നമുക്ക് അടുത്തിരിക്കുമ്പോഴേക്കന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരും, അല്ലേ? പക്ഷെ അവിടെ നിന്നിട്ട് നീക്കാനും കഴിയ, വേറെ വഴിയില്ല. അപ്പൊ അങ്ങനെ ആകെ കുടുങ്ങിയ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആ വിയർപ്പും അതേപോലെ തന്നെ ഈ ദുർഗന്ധവും അതേപോലെ തന്നെ ഈ മദ്യത്തിന്റെ സ്മെല്ലും ഒക്കെ കൂടിയായിട്ട് നമുക്ക് ഇങ്ങനെ ഛർദ്ദിക്കും, ഇങ്ങനെ അങ്ങനെ വൊമിറ്റ് ചെയ്യണം ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കും. നമ്മളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തുമ്പോൾ കാണാം നമ്മുടെ വസ്ത്രത്തിനൊക്കെ ഒരുമാതിരി സ്മെല്ലുണ്ടാവും. അപ്പൊ നമ്മളോട് ചോദിക്കും, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മണം എന്ന് വെച്ചാൽ, അല്ലോ എന്റെ അടുത്ത ഒരാൾ വന്നിരുന്നീന്ന്, അയാൾ ഛർദിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരുന്നു, അയാളെ ഷർട്ട് അതിന്റെ പിന്നെ അതിനോട് ചേർന്ന് ഇരുന്നിട്ടാ കാര്യം അത് ഇങ്ങനെ മണം വന്നിക്കണേ എന്ന് പറയും, അല്ലെ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരോട് കൂടെ ഇരിക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ട് നമ്മളിലും മാറ്റം വരും. മനസ്സിലായോ? നമ്മൾ ഒരു മോശം സ്വഭാവമുള്ള ഒരാളുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ പല സ്വഭാവങ്ങളും നമ്മളിലേക്ക് വരും. നമ്മൾ നല്ല ഒരാളുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ അയാളുടെ നല്ല സ്വഭാവങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ പറയാ, നമുക്ക് നല്ല കൂട്ടുകാരന്മാരെ വേണോ അതല്ല മോശം കൂട്ടുകാരെ വേണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് പറയും. നല്ല കൂട്ടുകാർ വേണോ മോശം കൂട്ടുകാർ വേണോ? നല്ല സ്വഭാവമുള്ള ആൾക്കാർ, അല്ലേ? അല്ലെ? നല്ല ആൾക്കാരാണ് നമുക്ക് വേണ്ടത്.
ഓക്കെ. പിന്നെ ഇവിടെ ഈ അറബി എഴുതൊന്നും വേണ്ട കേട്ടോ. ഈ അറബി ഒന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾക്ക് എഴുതാനുള്ളത് ഞാൻ തരാം കേട്ടോ. അപ്പൊ മാത്രം എഴുതിയാൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിക്കൊള്ളുന്ന വേണം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്മാർ നല്ലവരാവണം, നമ്മുടെ കൂട്ടുകാരികൾ നല്ലവരാവണം. അവര് മോശം സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? മോശമാകും. നമ്മൾ പറയേ ഞാനും ഓരപ്പോ പിന്നെ കള്ളുടിക്കുണ്ടാകും, ഒരു സിഗരറ്റ് വലിക്കലുണ്ടാകും, ഒരു തോന്നിയാസം പറയുണ്ടാകും, ഒരു ചീത്ത വാക്കുകൾ പറയുണ്ടാകും, ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മൾ പറയൂല, പക്ഷെ ഓരോ കൂടെ നടന്നാൽ നമ്മൾ മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങും. കാരണം എന്താ? നമ്മളിങ്ങനെ മറ്റവന്റെ കൂടെ നടക്കുകയാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആളുടെ കൂടെയാണെങ്കിൽ നമുക്ക് നല്ലത് ഇങ്ങനെ കിട്ടും അല്ലേ? ഇപ്പോൾ ഒരാൾ നല്ല നിസ്കരിക്കണ ഒരാളുടെ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ അയാൾ നമ്മളോട് എന്ത് പറയും? ബാങ്ക് കൊടുത്തോട്ടോ, സമയമായി, നമുക്ക് വേഗം നിസ്കരിക്കാൻ പോകല്ലേ, നമുക്ക് നിസ്കരിക്കാൻ പോകാം. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് പോകാം, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാം അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എല്ലാത്തിനും നമ്മൾ ഒരു നന്മയുടെ ഒരു ആളായിട്ടുണ്ടാകും. എന്നാൽ മോശം സ്വഭാവമുള്ള ആളാണെങ്കിലോ നമ്മൾ ബാങ്ക് കൊടുത്തു നിസ്കരിക്കേണ്ട നിസ്കരിക്കുണ്ടാകുന്ന എന്താപ്പൊ കുറെ ഈ നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, എന്താപ്പൊ കുറെ. നമുക്ക് അത് അവിടെ ഉണ്ട് പുതിയ ഒരു കട വന്നിട്ടുണ്ട്, നമുക്ക് ചായ കുടിച്ചാൽ പോയിട്ട് അവിടെ നിസ്കാരം കഴിയുമ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാൻ അറിയും. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന നമ്മളെ മുടക്കോര് ഒരു വേറുള്ള കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ടുപോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകെട്ട് ആരാന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഓക്കെ. അപ്പൊ ഏതായിരുന്നാലും നമ്മളെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ശൈത്താൻ. നമ്മുടെ കൂട്ടുകാരനാകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകാരനാക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഇത് വേഗം എഴുതിക്കോ, വേഗം എഴുതിക്കോ, വേഗം വേഗം കൊണ്ടുപോകും, ജൽദി ജൽദി. ശരണതേട്ടത്തിന്റെ ചില സന്ദർഭങ്ങൾ. ശരണതേട്ടത്തിന്റെ ചില സന്ദർഭങ്ങൾ. ശരണതേട്ടത്തിന്റെ ചില സന്ദർഭങ്ങൾ. ഇത് ഡ്രോ ചെയ്യണമെന്നോ? പടച്ച റബ്ബേ, എഴുതിയാ മതി താത്ത. ശരണതേട്ടത്തിന്റെ ചില സന്ദർഭങ്ങൾ. ഓക്കെ. ശരണതേട്ടത്തിന്റെ ചില സന്ദർഭങ്ങൾ. ശരണതേട്ടത്തിന്റെ ചില സന്ദർഭങ്ങൾ. ഓക്കെ. ശരണതേട്ടത്തിന്റെ ചില സന്ദർഭങ്ങൾ കുറേ ഉണ്ട്. നമ്മൾ അതിലെല്ലാം കൂടി ഒന്നും പറയണില്ല. ഒരു 4 മാത്രം പറയാം. 4. ഒന്ന് ഖുർആൻ പാരായണത്തിന്റെ മുമ്പ്. ഖുർആൻ പാരായണത്തിന്റെ മുമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഖുർആൻ ഓതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. അഊദു ചൊല്ലുക എന്നുള്ളതാണ്. പിശാചിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കുക ഖുർആൻ പാരായണത്തിന്റെ മുമ്പ്. ഖുർആൻ പാരായണത്തിന്റെ മുമ്പ് നമ്മൾ അദ്ദേഹം അഊദു ചൊല്ലണം. രണ്ടാമത്തത് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ. വിസർജന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നല്ല, പിന്നെന്താ പറയാ? ആർക്കറിയാം? നമ്മൾ ബാത്റൂമിൽ കയറുന്ന സമയത്ത്, ടോയ്ലറ്റ് കയറുന്ന സമയത്ത് ഇടത്തെ കാല് വെച്ചുകൊണ്ടൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഏതാണത്? മൈക്ക് ഓൺ ആക്കണില്ല. മൈക്ക് ഓൺ ആക്കണോ? മൈക്ക് ഓൺ ആക്ക. അവിടെ എഴുതി അല്ലാഹുമ്മ ഇന്നി എന്നുണ്ടല്ലേ സോറ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് അല്ലേ? അല്ലാഹുമ്മ അഫ്രീൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സോറ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇതെഴുതണം. ഈ 4 എഴുതണം. 4 വേഗം എഴുതി, വേഗം എഴുതി.
ഖുർആൻ പാരായണത്തിന്റെ മുമ്പ് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, നമസ്കാരത്തിൽ വസ്വാസം ഉണ്ടാകുമ്പോൾ. നാലെഴുതിക്കോ. നാലുകൊണ്ട് പറഞ്ഞുതരാം. 4 ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അതില് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം കൂടി ഒന്നും പറയണില്ല, പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ മാത്രം പറയണം. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ശരണതേട്ടം, അഊദു ചൊല്ലേണ്ടതായ സന്ദർഭങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 എണ്ണമാണ് പറഞ്ഞത്. അതിലൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ പാരായണത്തിന്റെ മുമ്പ്, നമ്മൾ ഖുർആൻ ഓതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മറ്റൊന്ന്, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അത് പിന്നെ അഊദു ചൊല്ലുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട്, ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തത്. ദേഷ്യം വരുമ്പോൾ നേരെ ശ്രദ്ധിച്ചോളിട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളൊക്കെ കുറച്ച് ദേഷ്യക്കാരാണ് അല്ലേ? നമുക്കൊക്കെ ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? പാറമ്മ പോയി കടിക്കോ? അതോ കല്ലെടുത്ത് കടിക്കോ? ദേഷ്യം വന്നാൽ എന്താ ചെയ്യാ? ദേഷ്യം വന്നാൽ കേട്ടോളിട്ടോ. നമുക്കൊക്കെ ദേഷ്യം വരാറുണ്ട്, പല ആളുകൾക്കും വരാറുണ്ട്. ശ്രദ്ധിച്ചോ, ദേഷ്യം വരുമ്പോൾ എന്താണ് പ്രശ്നം? ഇത് എഴുതിക്കഴിഞ്ഞാൽ 4 എഴുതിയില്ല എല്ലാവരും? 4 എഴുതി കഴിഞ്ഞാലേ പറയുള്ളൂ. ദേഷ്യം വരുമ്പോൾ ഭയങ്കര രസമാണ് സംഭവം, നല്ല രസമാണ്. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ മാത്രമേ പറയുള്ളൂ. കൈ കടിക്കും അല്ലേ? അയാൻ അഹമ്മദ്, ആ കൈ ഇപ്പൊ ബാക്കിയുണ്ടോടോ? കൈ ബാക്കിയുണ്ടോ? അയാന് ദേഷ്യം വന്നാൽ കൈ കടിക്കും പറഞ്ഞേ. സിസ്റ്ററിന്റെ കൂടെ അടിക്കണോ? അടികൂടും, അതാണ് ഉദ്ദേശിച്ചത്. ഡ്രിങ്ക് വാട്ടർ. ഓക്കെ. ഫോർഗീവ്സ് യു. ഓക്കെ. 4 എഴുതിയോ? 4 എഴുതിയില്ലേ? എല്ലാരും 4 എഴുതിയില്ലേ? ആയിഷ ലൈബ കരയും. ആര് കരയും? ആയിഷ ലൈബ കരയോ അതോ അമ്മ കരയോ? ഏ എന്നാ കേട്ടോളിട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോ. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ പറയാണ്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയണം. നമ്മളിൽ പല ആളുകൾക്കും ദേഷ്യം വരാറുണ്ട്. അപ്പോൾ എനിക്കൊക്കെ വരും, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ? നമ്മളെപ്പോഴാണ് ദേഷ്യം വരിക? ഒരാള് നമുക്ക് ഇഷ്ടമല്ലാത്ത വല്ലതും ചെയ്തു അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത വല്ലതും പറഞ്ഞു, അപ്പം നമുക്കിട്ട് ദേഷ്യം വരും അല്ലെ? അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക പൊതുവെ. നമുക്ക് ഇഷ്ടമല്ലാത്തതെന്ന് ഒരു പറഞ്ഞേ, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. അവിടെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാം കൂടി പറയാൻ സമയമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ എന്ത് തീരുമാനിക്കണം എന്ന് നമ്മളല്ലേ തീരുമാനിക്കുക, അല്ലാതെ അയാളല്ലല്ലോ. നമ്മളൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതാ ഇന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ പറയും. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കഴിവ് മറ്റേയാൾക്ക് ഉണ്ട് എന്നല്ലേ? അല്ലേ? ഇന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. അങ്ങനെ ഒരാൾക്ക് നമ്മൾ വകവെച്ചു കൊടുക്കണോ? മറ്റൊരാൾ വിചാരിച്ചാൽ നമുക്ക് ദേഷ്യം വരാൻ പറ്റുമോ? നമ്മൾ ദേഷ്യം പിടിച്ചു നിർത്തല്ലേ വേണ്ടേ? അല്ലേ? അപ്പൊ നമ്മളവിടെ എന്തല്ല, നമ്മൾ ദേഷ്യപ്പെട്ടത് കൊണ്ട് വല്ല കാര്യമുണ്ടോ?
നമ്മുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ നമ്മുടെ ശരീരമൊക്കെ ആകതാകും. നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വല്ലാതെ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മൾ ഭയങ്കര ചൂടാകും, ഹോട്ട് അല്ലെ, ഭയങ്കര ചൂടനാണ് നമ്മൾ പറയില്ലേ. എങ്കിൽ ആ ഒരു ചൂട് നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല. ചില ആൾക്കാരൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടല്ലോ കലിപ്പന്റെ കാന്താരിയാണ്, കലിപ്പനാണ് അല്ലെ, കേട്ടിട്ടില്ല അങ്ങനത്തെ പദങ്ങളൊക്കെ? കലിപ്പനാണ്, കാന്താരിയാണെന്നൊക്കെ പറയണേ കേട്ടുക്കണോ? കുറെ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ കേൾക്കുന്ന പദങ്ങളായിരിക്കും കലിപ്പനും കാന്താരിയും ഒക്കെ. കേട്ടുക്കണോ? പെട്ടെന്ന് ദേഷ്യം വരും, മുക്കത്താ ശുണ്ടി എന്നൊക്കെ പറയണേ. എന്ത് മനുഷ്യന്മാർ, നിങ്ങൾ ആരും കേട്ടിട്ടില്ല അത്? ആ, കേട്ടിക്കണ്. ഓക്കെ, അങ്ങനെ എന്തല്ല, നമ്മൾ അങ്ങനെ പിന്നെ ദേഷ്യപ്പെടാനൊന്നും പാടില്ല കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ അനിയൻ, നമ്മളെ ജ്യേഷ്ഠൻ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അത് നമ്മളെ സ്വന്തം തന്നെയല്ലേ, അല്ല, നമ്മളെ സ്വന്തമാണല്ലോ അത്. നമ്മളെ അനിയനെ ആരെങ്കിലും ഒരാൾ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയാണ്. നമ്മുടെ പിന്നെ പിന്നെ എന്താ പറയാ, വേണ്ടപ്പെട്ടവരോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. സ്വാഭാവികമാണ്, നമുക്ക് വിഷമം ഉണ്ടാവും ശരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ ഈ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ശരിക്കും എന്താ ഉണ്ടാകാന്നറിയോ? ശരിക്ക് പിശാജ് അവിടെ നല്ലോണം ഇടപെടുന്ന, നേരെ കേട്ടോളിട്ടോ, നേരെ കേട്ടോളി. പിശാജ് നല്ലോണം ഇടപെടും. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഒരു ദിവസം ഒരാള് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. പിന്നെയും വിളിച്ചു, പിന്നെയും ഒന്നും മിണ്ടിയില്ല. പിന്നെയും വിളിച്ചു, അപ്പോഴും നബി ഒന്നും മിണ്ടിയില്ല. പിന്നെ നേരെ അയാൾ തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു വിളിക്കാൻ തുടങ്ങി. അബൂബക്കർ വിളിക്കാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു എണീറ്റു എന്നാ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എണീറ്റിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി. അപ്പൊ നബി അബൂബക്കർ മനസ്സിലായി എന്തോ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നബി അവിടുന്ന് നീച്ചു പോകില്ലല്ലോ. അപ്പൊ അബൂബക്കർ നേരെ നബിന്റെ പിന്നാലെ പോയി. എന്നിട്ട് ചോദിച്ചു, എന്താ നബി നിങ്ങൾ അവിടുന്ന് പോയത് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെ ആ ആട് ചീത്ത പറയുന്ന സമയത്തൊക്കെ അള്ളാന്റെ ഒരു മലക്ക് അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മളെ മേത്ത് തട്ടണില്ലല്ലോ ഇപ്പത്. ഒരാൾ ചീത്ത വിളിച്ചു, അയാൾ ദേഷ്യപ്പെട്ടു, നമ്മുടെ ശരീരത്ത് തട്ടണമൊന്നുമില്ല. അപ്പോൾ നമ്മള് പിന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ വിളിക്കുന്നതിനൊക്കെ മലക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മള് പിന്നെ മറുപടി കൊടുക്കണ്ടല്ലോ. എന്നാൽ നിങ്ങൾ മറുപടി കൊടുക്കാൻ വേണ്ടി എണീറ്റതും നിങ്ങൾ ഇങ്ങോട്ട് തയ്യാറായല്ലോ, ഞാനൊന്ന് മറുപടി അറിയട്ടെ എന്ന് വിചാരിച്ച് നിന്നില്ലേ, അപ്പൊ അവിടെ മലക്കട് പോയിട്ട് മറ്റയാൾ വന്നു, പ്രസൻസ് സാർ എന്ന് പറഞ്ഞിട്ട് നേരെ വന്നു. ആര്? ശൈത്താന്. ശൈത്താൻ അവിടെ വന്നു. അപ്പൊ ശൈത്താനുള്ളിടത്ത് പിന്നെ ഞാൻ ഇരിക്കണത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നതാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, നമുക്ക് ദേഷ്യം വരുമ്പോൾ അവിടെ ആരും വരുന്നുണ്ട്, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നാണ്. ദേഷ്യം എന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ ഉറപ്പിച്ചോ, ശൈത്താൻ വരുന്നുണ്ട്. ശൈത്താൻ നമ്മളെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്, റെഡിയാകാണ്. നമ്മളിങ്ങനെ ശൈത്താന്റെ ആളായി മാറുകയാണ്. അതുകൊണ്ട് ഉടനെ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മനസ്സിലാവുണ്ടോ? അവിടെ വേറൊരു സംഭവം തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാൾക്കാർ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. അതിൽ ഒരാളെ മുഖം ഇങ്ങനെ ചോന്നിങ്ങനെ തൊട്ടത്ത് ഇങ്ങനെ മറുപടി കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി അഅലമു കലിമ, തീർച്ചയായും ഒരു ഒരു വാക്ക് എനിക്കറിയാം, ഒരു പദം എനിക്കറിയാം. അതൊരാൾ ചൊല്ലുകയാണെങ്കിൽ ഇപ്പൊ അയാൾക്ക് വന്നോക്കൊണ്ട് പോകും, ആ ദേഷ്യമൊക്കെ പോകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാൽ മതിയാണ്. അത് പറഞ്ഞു, ആ ദേഷ്യമൊക്കെ പോയി. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാല്, ദേഷ്യം വരുമ്പോൾ അത് ശൈത്താനുള്ള ഒരു വഴിയാണ്. അപ്പൊ നമ്മൾ അതിന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടിക്കണം. നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ സംസാരം കൂടുമെങ്കിൽ തൽക്കാലം നമ്മൾ അവിടെ നിന്ന് മെല്ലെ നീച്ചു പോകും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വേഗം പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. ഇനി അല്ല നല്ലോണം ദേഷ്യം വരികയാണെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഡ്രസ്സൊക്കെ മാറി പോയി നേരെ ഷവറിന്റെ ചോട്ടിൽ ഇങ്ങനെ പോയിരിക്കുക, പോയി വുളു എടുക്കുക. ഇതൊക്കെ നബിന്റെ സുന്നത്തുകളാണ്. വുളു എടുക്കലൊക്കെ സുന്നത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയാ, അതേപോലെ അവിടുന്ന് മാറി നിൽക്കുക. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് സൈക്കോളജിയിലും പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അതേപോലെ ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രയോഗങ്ങളുണ്ട്. 3D എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മളെ വിഷയം ദേഷ്യമല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോണില്ല. ഓക്കെ, അപ്പോ
നമ്മൾ പറഞ്ഞു വന്നത് ശരണതേട്ടത്തിന്റെ സന്ദർഭങ്ങളാണ്. ഖുർആൻ പാരായണത്തിന്റെ മുമ്പ് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദേഷ്യം വരും. അതേപോലെ നമസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നിസ്കാരത്തിൽ ആകെ വസ്വാസം, എത്ര നിസ്കരിക്കുമ്പോൾ തന്നെ ആകെ ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ പോകണ പോലെ. അത് എല്ലാവരും ഇടയിൽ പോയി നിസ്കരിച്ചാൽ എന്തായാലും ശ്രദ്ധ പോകും. അല്ല നമ്മളെല്ലാ മര്യാദകളും പാലിച്ച് പിന്നെയും വസ്വാസം ഉണ്ടാക്കുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ ക്ലിയർ ആവും. ഇനി അടുത്ത ചോദിക്കോ, അടുത്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇതാണ് നമുക്ക് ഇനി പറയേണ്ടത്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വേഗം എഴുതിക്കൊള്ളി. നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലെ? ഞാൻ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അർ റഹ്മാൻ, പരമകാരുണ്യകനായ. അർ റഹീം, കരുണാവാരിധിയായ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. നേരെ ശ്രദ്ധിച്ചോ, 113 സൂറത്തുകൾ ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. 113. ഒന്ന് മാത്രം എന്തില്ല? ബിസ്മി ഇല്ലാത്ത സൂറത്താണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്ത് തൗബ. എന്നാൽ 2 ബിസ്മിയുള്ള സൂറത്തുണ്ട്, അതാണ് സൂറത്തു നംല്. ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. പിന്നെ ബാക്കി എഴുതാനും തന്നതുമാണ്. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ സമയം നിർത്തണില്ല, കാരണം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല. നിങ്ങൾ ഈ നോട്ട് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഓൾറെഡി നോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്ന സാധനമാണ് ഇപ്പൊ ഈ പറയണേ. നിങ്ങൾ എഴുതണം കേട്ടോ. എഴുതുക. നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ മെസ്സേജിൽ വന്നിട്ടുണ്ട്, അതൊക്കെ എഴുതി. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായി ചൊല്ലുന്ന സന്ദർഭങ്ങളുണ്ട്. നേരെ ശ്രദ്ധിച്ചോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായി ചൊല്ലുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ആർക്കാ പറയാൻ പറ്റുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായി ചൊല്ലുന്ന സന്ദർഭങ്ങൾ ഏതാ? ഇത് നിങ്ങൾ എഴുതണം, ഇത് എഴുതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫുള്ളായിട്ട് ചൊല്ലേണ്ടത് എപ്പോഴാ? എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇല്ല, അവിടെ ബിസ്മി മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഖുർആനിലെ ഒരു സൂറത്ത് ചൊല്ലുകയാണെങ്കിൽ, ഖുർആൻ ഓതുമ്പോൾ ഒരു സൂറത്ത് ചൊല്ലുകയാണെങ്കിലൊക്കെ അല്ലേ. പിന്നെ കത്തെഴുതുമ്പോ സജീന, സജീന ഉഷാർ. പിന്നെ കത്തെഴുതുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? മുഴുവനായിട്ട് നോക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായി ചൊല്ലുന്ന 2 സന്ദർഭങ്ങളുള്ളൂ. 2 സന്ദർഭങ്ങൾ മാത്രം. ഒന്ന്, ഖുർആൻ പാരായണത്തിന്റെ മുമ്പ്. ഖുർആൻ പാരായണത്തിന്റെ മുമ്പ്. വേഗം എഴുതൂ, വേഗം എഴുതൂ. ഖുർആൻ പാരായണത്തിന്റെ മുമ്പ്, ഖുർആൻ ഓതുമ്പോന്നാ. നിങ്ങൾ കുറെ കമന്റുകൾ ഇടുന്നുണ്ട്, അതൊന്നും അല്ല കേട്ടോ. പഠിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ അവിടെ ഒന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല, ബിസ്മില്ലാ എന്ന് മാത്രമേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഖുർആൻ പാരായണത്തിന്റെ മുമ്പാണ്, മറ്റൊന്ന് കത്തെഴുതുന്ന സമയത്താണ്. കത്തെഴുതുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ ഒരു കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രവാചകൻ എഴുതിയ കത്ത്, മറ്റൊരു രാജ്യത്തിലുള്ള ഒരു രാജ്ഞിക്ക് എഴുതിയ കത്ത്. ഏത് പ്രവാചകനാണ്, ഏത് രാജ്ഞിയാണ്? ആർക്ക് പറയാൻ പറ്റും? ആരാണ്? നാസിയ, സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലെ. സുലൈമാൻ ബൽക്കീസ് രാജ്ഞിക്ക് അല്ലെങ്കിൽ ബിൽക്കീസ് എന്നും പറയണ്ടോ. ബൽക്കീസ് അല്ലെങ്കിൽ ബിൽക്കീസ്. ഈ സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽക്കീസ് രാജ്ഞിക്ക് എഴുതിയ കത്തിൽ എന്തുണ്ട്? കത്തെഴുതുന്നത് തുടങ്ങുന്നത് ബിസ്മില്ല പറഞ്ഞിട്ടാണ്. അപ്പൊ 2 കാര്യങ്ങളാണ്: കത്തെഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന്റെ മുമ്പും കത്തെഴുതുമ്പോഴും. ഓക്കെ, ഇതാണ് 2 സന്ദർഭങ്ങൾ, ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന 2 സന്ദർഭങ്ങൾ ഏതൊക്കെയാ? വേഗം പറയും മനുഷ്യന്മാരെ. ഓക്കെ, ഖുർആൻ പാരായണത്തിന്റെ മുമ്പ് കത്തെഴുതുമ്പോ. ഇനി നോക്കിക്കോ, നമ്മൾ കുറേ കാര്യങ്ങൾ പറയാണ്ട്, പക്ഷെ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പറയാം. ബിസ്മില്ല എന്ന് പറയേണ്ട ചില സന്ദർഭങ്ങൾ. ബിസ്മില്ല, ബിസ്മില്ല, ബിസ്മില്ല അല്ല, ബിസ്മില്ല പറഞ്ഞുക, അതായത് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ചില സന്ദർഭങ്ങൾ, ബിസ്മില്ല എന്ന് മാത്രമായി ചൊല്ലുന്ന സന്ദർഭങ്ങൾ, കുറേ സന്ദർഭങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അവിടെ നിങ്ങൾ പറഞ്ഞതൊക്കെ വരും. ഫുഡ് കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, ചായ കുടിക്കുമ്പോ, ചോറ് കുടിക്കുമ്പോ, വെള്ളം കഴിക്കുമ്പോ, അല്ല വെള്ളം ചോറ് കുടിക്കലല്ലോ അല്ലെ,
ഓക്കെ, ചോറ് കഴിക്കുമ്പോ, പാല് കുടിക്കുമ്പോ, പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വെള്ളം കുടിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, എന്നാ കേട്ടോളിയും ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഒന്ന് വുളു എടുക്കുമ്പോ, വുളു എടുക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് വുളു എടുക്കണ്ടേ കേട്ടോ. വുളു എടുക്കുമ്പോ ബിസ്മില്ല പറയണം. റെഡി? വുളുഇന്റെ തുടക്കത്തിൽ വുളു എടുക്കുമ്പോ ബിസ്മില്ല പറയണം. വുളുഇന്റെ തുടക്കത്തിൽ ലാ വുളുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. ബിസ്മി ചൊല്ലാത്ത, അതായത് ബിസ്മില്ല പറയാത്ത ഒരാള്, അയാളുടെ വുളു എന്തല്ല? വുളു അല്ല. അത് വുളു അല്ല, പൂർണ്ണമായ വുളു അല്ല എന്ന നിലക്കാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വുളു എടുക്കുമ്പോ എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറയണം കേട്ടോ. അതിൽ കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്, നമ്മുടെ സമയം പരിമിതമാണെന്നുള്ളത് കൊണ്ട് കൂടുതൽ പറയണില്ല. രണ്ടാമത്തേത് അറവ് നടത്തുമ്പോൾ നമ്മൾ പിന്നെ കോയിനറുക്കുക, അതേപോലെ തന്നെ പിന്നെ പോത്തിനറുക്കുക, പിന്നെ ആടിനറുക്കുക എന്നൊക്കെ പറയില്ലേ അല്ലെ? അങ്ങനെ ഇറക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് ബിസ്മി ചെല്ലണം. ബിസ്മി ചെല്ലണം അറവ് നടത്തുമ്പോൾ. അറവ് നടത്തുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മി ചെല്ലണം. നിങ്ങൾ ആരെങ്കിലും അറവ് നടത്തിക്കണോ? ഇതിലാരെങ്കിലും അറവ് നടത്തിയ ആൾക്കാരുണ്ടോ? നോ. മുഹമ്മദ് യാസീൻ നടത്തിക്കണു അല്ലേ? സൂനിയ സമീർ എന്താ നടത്തിക്കണേ? എന്തിനർത്തെ? സത്യം പറ. കൊതുകാണോ അതോ ഈച്ചേ? എന്തിനാ അർത്ഥത്തും കൂടി പറയട്ടോ. ആ, അതല്ല അല്ലേ, ഫിനിഷ് ആയി എന്നുള്ള ആൾക്കാരല്ലേ? ഓക്കെ, അറവ് നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ളതാ കേട്ടോ. ഓക്കെ, പിന്നെ ആട്, പോത്ത്, അതേപോലെ തന്നെ എന്താ പറയാ, മൂരിക്കുട്ടൻ, പിന്നെ കോഴി അല്ലെ, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അറക്കൂലേ? അതിനാണ് ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലിയിട്ടാണ് അറക്കേണ്ടത്. ഓക്കെ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ അറക്കാറുണ്ട്, നമ്മൾ കടിക്കാറുമുണ്ട്. അപ്പോൾ പിന്നെ അറക്കണ സമയത്ത് ബിസ്മില്ല പറയണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തതാണ് അറവ് നടത്തുമ്പോൾ എന്നുള്ളത്. അറവ് നടത്തുമ്പോൾ. മൂന്നാമത്തതാണ് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോ. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ നേരെ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ചിലതൊക്കെ വീഡിയോ ചെയ്യാനുണ്ട്, ഇപ്പോഴേ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇടത്തേ കാല് വെക്കണം. അതിന് മുമ്പ് നമ്മൾ പിന്നെ ഇപ്പൊ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചോളിയേ. പിന്നെ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന്, അതായത് ടോയ്ലറ്റ് ആണെങ്കിൽ ടോയ്ലറ്റിന്റെ മുമ്പ്, അതിന്റെ ഉള്ളിൽ കയറിയിട്ടല്ല ബിസ്മിയൊന്നും ചെല്ലേണ്ടത്. അതിന്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും ചെല്ലാൻ പാടില്ല. ഉള്ളിൽ കയറുന്നതിന് മുമ്പ്, നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള പുറമെ നമ്മൾ ചിലപ്പോൾ ചെരുപ്പൊക്കെ ധരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ വാതിൽ തുറക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ട് ഇടത്തേ കാല് വെച്ചിട്ടാണ് കയറേണ്ടത്. മനസ്സിലാവുണ്ടോ? അതാണ് ശരിക്കും അതിന്റെ രൂപം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടല്ല, ഉള്ളിൽ കയറിയിട്ട് ബിസ്മില്ല എന്ന് പറയാൻ പാടില്ല, പുറത്തുനിന്നാണ് പറയേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങിയിട്ട് ഗുഫ്രാനക് എന്ന് പറഞ്ഞാൽ മതി. തിരിച്ചിറങ്ങുമ്പോൾ വലത്തേക്കാല് വെക്കുക. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഓക്കെ ഓക്കെ, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും. എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂം പോലുള്ളതൊക്കെ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. നാലാമത്തതാണ്, ദാ കുറേ നേരമായി ഫുഡ് 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 എന്ന് പറയേണ്ട കുറെ ആൾക്കാരെ, ഫുഡിന്റെ ടീമുണ്ട് ഇവിടെ. എന്നാ ഒരു കേട്ടോളി. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതെന്ത് ഭക്ഷണമാണെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണോ വെള്ളോ മീനോ ഇറച്ചിയോ അതേപോലെ തന്നെ പച്ചക്കറിയോ ഇനി പിന്നെ മഞ്ഞക്കറിയോ എന്തായാലും കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. എന്നാൽ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് മറന്നു, തുടക്കത്തിൽ ബിസ്മി എല്ലാം മറന്നു. അപ്പൊ എന്താ പറയാ? അപ്പൊ എന്താ പറയാ? കുറെ ആൾക്കാർക്ക് അറിയാം, എന്നാലും ചോദിക്കണം. ബിസ്മില്ലാഹി
ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. ഓക്കെ ഓക്കെ. ഫസ്റ്റ് പോസ്റ്റ് ഇതാരെന്നറിയോ? ആയിഷ, ആയിഷ ഐസ, അതേപോലെ ഹംദ അൽഫ, പിന്നെ ഷെസ്വിൻ അവ്വലു നട്ടുകണേ, ഷഫ ഷിയാസ്, സുഹറ അല്ലെ? ഓക്കെ ഓക്കെ. അക്സാം ഒക്കെ എല്ലാവരും ഉഷാറായിട്ട് പിന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ബിസ്മില്ല പറയണം. എന്നാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പിന്നെയാണ് നമുക്ക് ഓർമ്മ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ എന്ന്. അപ്പൊ എന്ത് ചെയ്യുക? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, അല്ലെങ്കിൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്നൊക്കെ പറയാം. ഓക്കെ. അഞ്ചാമത്തെ കാര്യമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറയണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയാം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയാം. വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ട് കേട്ടോ. ഇറങ്ങുമ്പോഴും ഉണ്ട് ബിസ്മില്ല എന്നുള്ളത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിലേക്ക് കയറുമ്പോൾ ഓക്കെ. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല പറഞ്ഞിട്ട് കയറിയാൽ പിന്നെ പിശാചി നമ്മുടെ വീട്ടിൽ കയറൂലാണ്. നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മില്ല പറഞ്ഞ് കയറണം. ഓക്കെ. സ്പീഡ് കൂടുതലുണ്ടോ മക്കളെ? സ്പീഡ് കൂടുതലുണ്ടോ? നമ്മൾ സമയം പരിമിതമാണ്. കുറേ ആൾക്കാർ സമയമായി സമയമായി എന്ന് പറയുന്ന കുറേ ടീമുണ്ട്. എനിക്ക് അറിയാം സമയമായി എന്നുള്ളത്. ഞാൻ എന്താ വെച്ചാൽ അതൊന്നും പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അപ്പൊ ഒന്നും കൂടി ക്ലിയർ അല്ലേ? വീട്ടിലേക്ക് കയറുമ്പോൾ. ആറാമത്തത് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എഴുതണേ. ഓക്കെ. വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ. ഓക്കെ. നിങ്ങൾ ആ പ്രാർത്ഥന എഴുതണമെന്നൊന്നുമില്ല കേട്ടോ വീട്ടിലേക്ക് കയറുമ്പോൾ. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിന്റെ ബിസ്മിക് അല്ലാഹുമ്മ അമൂതു വഅഹ്യ. ഉറങ്ങാൻ കിടക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ. മാഷാ അല്ലാ. നമ്മളെ മെഹാസ് അല്ലെ? മെഹസ് എന്നല്ലേ? മെഹസ് ഓരോ മിനിറ്റുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അറിയിച്ചു തരുന്നുണ്ട്. 5:16 5:17 5:18 കഴിഞ്ഞു. അപ്പൊ 5:20 എത്തിയിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാ. മോനിക്ക് എന്തോ കളിക്കാൻ വേണ്ടി പോകാണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ. നമ്മൾ പെട്ടെന്ന് നിർത്താട്ടെ മോനെ. പെട്ടെന്ന് നിർത്താം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല ഞാൻ. എട്ടാമത്തേതാണ് വാഹനത്തിൽ കയറുമ്പോൾ. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറേണ്ടത്. നല്ല അടിപൊളി വാഹനം അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്താലോ? വാഹനത്തിൽ കയറുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ബിസ്മില്ല പറഞ്ഞിട്ടാണ് കയറേണ്ടത് കേട്ടോ. എവിടെ എവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ചില ആൾക്കാരെ ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ ഇങ്ങനെയൊന്നുമില്ല. കയറി ഇരുന്നിട്ട് പറഞ്ഞാലും മതി. അല്ല, നമ്മളിങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ബസ്സിൽ എന്ന് പറയുമ്പോൾ നിൽക്ക് മാനെ, ഞാൻ ഈ പ്രാർത്ഥന നീ അല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലദീ പറയുമ്പോഴേക്ക് വണ്ടി പോകും. അപ്പൊ അത് വേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? കയറുമ്പോൾ ബിസ്മില്ല എന്നിട്ട് പറഞ്ഞിട്ടാണ് കയറുക. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ ഒന്ന് ഇരുന്നിട്ടോ ഒന്ന് റിലാക്സ് ആയിട്ടോ എന്ത് ചെയ്താൽ മതി? സുബ്ഹാനല്ലദീ സഖറ ലനാ എന്നുള്ളത് ചൊല്ലിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ എന്തല്ല ഈ വണ്ടി കയറുമ്പോൾ തന്നെ പിന്നെ ആക്കേണ്ടതില്ല. മാഷാ അല്ലാ. അഹ്സാം അക്ബർ ഇതിന്റെ പിന്നെ എല്ലാ പിന്നെ ഡീറ്റെയിൽസും അയക്കുന്നുണ്ട് കേട്ടോ. ഈ കാറിന്റെ. നീ ആളൊരു വണ്ടി ഭ്രാന്തനാണല്ലേ?
മാഷാ അല്ലാഹ്. നല്ല ഉഷാറാട്ടെ. നല്ലതാണ്. നല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു മുന്നോട്ട് പോവാം അല്ലേ? ഓക്കെ. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ ഇനി ഒമ്പതാമത്തതാണ് ഭക്ഷണം അടച്ചു വെക്കുമ്പോൾ. നേരത്തെ അക്സാമ് പറഞ്ഞിരുന്നു വാഹനം ഭക്ഷണം അടച്ചു വെക്കുമ്പോൾ എന്നുള്ളത്. ആ ഭക്ഷണം കണ്ടിട്ട് ആരും ഇപ്പം തന്നെ ക്ലാസ് നിർത്തി ഓടണ്ട, അതിപ്പോ കിട്ടൂല, സമയമായിട്ടില്ല, നല്ല അടിപൊളി മന്തി അല്ല, എന്താണ് ഇപ്പൊ അത്, ചെറബേ അൽഫാമാണല്ലോ, കൊതി കൂടി മരിച്ചു തോന്നുന്നുണ്ട് ഇവര്. നല്ല അടിപൊളി അല്ലേ? ഞാൻ കുവൈത്ത് നിന്നിട്ട് എങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റി സാധനം. എന്താ പേരൊന്നും അറിയില്ല, ഇവിടെ ആരൊക്കെ പേരൊക്കെ ഇടുന്നുണ്ട്. ഇനി അങ്ങനത്തെ കുറെ നേരത്തെ വണ്ടി ഭ്രാന്തൻ എന്ന് പറഞ്ഞമാർക്ക് ഫുഡ് ഭ്രാന്തന്മാരുണ്ട് തോന്നുന്നുണ്ട്. അൽബൈക്കും നല്ലത്. അൽബൈക്ക് അല്ല, അൽബൈക്ക് ഇങ്ങനെയല്ലല്ലോ. ഓക്കെ, വേറെ എന്തൊക്കെയോ പേര് കാണുന്നുണ്ട്, എനിക്കറിയില്ല. ഓക്കെ. ഭക്ഷണം അടച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പറഞ്ഞു തന്നെ, നിങ്ങൾ ഈ പിന്നെ അൽഫാമിനെ വെക്കണം എന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ചമ്മന്തി ഉണ്ടാക്കിയാലും ശരി, അല്ലെങ്കിൽ കഞ്ഞി ആണെങ്കിലും ശരി, അടച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ല പറയണം. അതാ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ. എന്നാ പത്താമത്തെ കാര്യം, കതക് അടക്കണ സമയത്ത്, നമ്മുടെ വീടിന്റെ കതകോ ജനലൊക്കെ അടക്കണ സമയത്ത് ബിസ്മില്ല പറയണം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളിപ്പോൾ തൽക്കാലം ഇതിൽ നിർത്താം. കാരണം കുറെ സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ. അപ്പൊ നമ്മൾ 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഓരോന്നും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത പിന്നീട് എപ്പോഴെങ്കിലും ക്ലാസ്സുകളിലായിട്ട് വിശദീകരിക്കാം. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിയായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരു മിനിറ്റ് ഒരു കാര്യമുണ്ട്. പിന്നെ ഞാനൊന്ന് ഇത് ഓഫ് ചെയ്യട്ടെ.